ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിയുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അരിയുണ്ട തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 2 കപ്പ് അരി ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലിട്ട് വറുത്തെടുക്കാം. ചോറുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരിയാണ് ഞാൻ വറുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ചൂടായ പാനിലേക്ക് അരിയിട്ട് വറുത്തെടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അരി വറുക്കുക. കൈയെടുക്കാതെ അരി വറുത്തെടുക്കുക. അരി ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ജീരകവും 4 ഏലക്കായും ചേർത്ത് വറുത്തെടുക്കാം. അരിയുടെ കളർ ഇപ്പോൾ ചേഞ്ചായി വരുന്നുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അരി ഇപ്പോൾ ചെറുതായി പൊട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. അരി ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം. വറുത്തെടുത്ത അരി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിനു ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നന്നായി ഡ്രൈ ആക്കിയ ജാറിലിട്ട് ഞാൻ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കുക. അരിയുണ്ടയിൽ ചേർക്കാൻ വേണ്ടി ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരവി എടുത്തിട്ടുണ്ട്. 4 ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അഴുക്കില്ലാത്ത ശർക്കരയാണ് പൊടിച്ചെടുത്തത്. ആദ്യം തന്നെ തേങ്ങയും ശർക്കരയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇടയ്ക്ക് ജാറൊന്ന് തുറന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ തേങ്ങയും ശർക്കരയും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അരിപ്പൊടി ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വറുത്ത് വെച്ച അരിപ്പൊടിയിൽ നിന്നും 1.5 കപ്പ് മാത്രമാണ് ഉണ്ടയുണ്ടാക്കാൻ എടുത്തത്. വറുത്ത് വെച്ച അരിപ്പൊടി ബാക്കിയുണ്ടെങ്കിൽ ഒരു ടൈറ്റ് കണ്ടെയ്നറിലിട്ട് നമുക്ക് കുറച്ചു കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. തേങ്ങയും ശർക്കരയും അരിപ്പൊടിയും ഇവിടെ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.